നമസ്കാരം, MSU ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് വേൾഡ് ഹിസ്റ്ററിയെ പറ്റിയാണ്. വേൾഡ് ഹിസ്റ്ററിയിൽ ഇംഗ്ലണ്ടിലെ ചരിത്രമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം SCERT പോലുള്ള ടെക്സ്റ്റ് ബുക്കുകളിൽ നമ്മൾ നോക്കിയാൽ അധികം നമുക്ക് കാണാൻ സാധിക്കാത്തൊരു ഹിസ്റ്ററിയാണ് ഇംഗ്ലണ്ടിൻ്റെ ഹിസ്റ്ററി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് പഠിക്കുക എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ചെയ്യുന്നത്. 17-ാം നൂറ്റാണ്ടിലാണ് ഈ ഒരു ചരിത്രം തുടങ്ങുന്നത്. ഇംഗ്ലണ്ടിലെ ഈ ഒരു കലാപം കാര്യങ്ങളൊക്കെ ചരിത്രമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ MSU ടോക്സ് എന്നുള്ള ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. പ്ലൂരിട്ടൻ വിപ്ലവം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്ലൂരിട്ടൻ വിപ്ലവം ഏത് രാജ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് രാജ്യമാണ്? ഇംഗ്ലണ്ട്. ഏതാണ്? ഇംഗ്ലണ്ട്. അപ്പോൾ ഈ ഇതിൽ ഇംഗ്ലണ്ടിൽ നമ്മൾ പറഞ്ഞു, ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഗ്രേറ്റസ്റ്റ് റെവല്യൂഷൻ ഓഫ് ഇംഗ്ലണ്ട്. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ മെയിനായിട്ട് രണ്ട് കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. ഒന്ന് 1642 നടന്ന ഇംഗ്ലണ്ടിലെ ആഭ്യന്തര കലാപവും 1688 നടന്ന ഇംഗ്ലണ്ടിലെ രക്തരഹിത കലാപവും. മറക്കരുത്, 1642 നടന്ന ഇംഗ്ലണ്ടിലെ ആഭ്യന്തര കലാപവും 1688 നടന്ന ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവവുമാണ് നമ്മൾ മെയിനായിട്ട് ഇതിൽ ചർച്ച ചെയ്യുന്നത്. അപ്പം ഇംഗ്ലണ്ടിൻ്റെ നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അധികം പുസ്തകങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല. അപ്പം ഇത് നമ്മൾക്ക് എക്സാമിനാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ. ഇംഗ്ലണ്ട് ഭരിച്ച രാജവംശം. നമുക്കറിയാം, ഓരോ രാജവംശവും ഓരോ സ്ഥലത്ത് ഭരിക്കുന്നതിന് ഓരോ രാജവംശത്തിന് പേരുണ്ട്. നമുക്കറിയാം, റഷ്യയിൽ ഭരിച്ചിരുന്ന സർ ചക്രവർത്തിമാരായിരുന്നു. അതുപോലെ മുഗൾ ചക്രവർത്തിമാരുണ്ട്. അങ്ങനെ ധാരാളം ചക്രവർത്തിമാർ നമ്മൾ ഓരോ രാജവംശത്തിലുണ്ട്. അതുപോലെ ഇംഗ്ലണ്ട് ഭരിച്ച രാജവംശമാണ് സ്റ്റുവർട്ട് രാജാക്കന്മാർ. ആരാണ്? സ്റ്റുവർട്ട് രാജാക്കന്മാർ. ഇവരാണ് ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന രാജവംശം എന്ന് പറയുന്നത്. 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ട് ഭരിച്ച സ്റ്റുവർട്ട് രാജാവ്. ഇവർ 17-ാം നൂറ്റാണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അതിലെ ആദ്യം തന്നെ 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന സ്റ്റുവർട്ട് രാജാവ് ആരാണ്? ജെയിംസ് ഫസ്റ്റ്. ആരാണ്? ജെയിംസ് ഫസ്റ്റ്. നമ്മൾ പറഞ്ഞു 1600 കാലഘട്ടങ്ങളിലാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പറഞ്ഞു. ആ 1600 കാലഘട്ടത്തിൽ ഏകദേശം 17-ാം നൂറ്റാണ്ട്. ആ 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന സ്റ്റുവർട്ട് രാജാവാണ് ജെയിംസ് ഫസ്റ്റ് അഥവാ ജെയിംസ് ഒന്നാമൻ. അദ്ദേഹത്തിൻ്റെ വാക്കായിരുന്നു ബിഷപ്പില്ലെങ്കിൽ രാജാവില്ല. ബിഷപ്പില്ലെങ്കിൽ രാജാവില്ല എന്ന് പറഞ്ഞ രാജാവ് ആരാണ്? ജെയിംസ് ഫസ്റ്റ് അഥവാ ജെയിംസ് ഒന്നാമൻ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം, അവിടുത്തെ ഒരു രാജരീതി അഥവാ ഇംഗ്ലണ്ടിലെ ഒരവസ്ഥ എന്ന് പറയുന്നത്, അവിടെ രാജാവ്, മതം, പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ. രാജാവ്, മതം, പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ, ഇവർക്കാണ് മുൻഗണന ഉണ്ടായിരുന്നത്. എല്ലാ കാര്യത്തിനും മുൻഗണന ഇവർക്കായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ കാര്യം തീരുമാനമെടുക്കുന്നത് ഇവർക്ക് മതം വലിയ മുഖ്യമായിട്ടായിരുന്നു ഇവർ കൊണ്ട് നടന്നിരുന്നത്. അതുപോലെ ഉള്ള എല്ലാ കാര്യങ്ങളും നോക്കുകയാണെങ്കിലും ഇവർക്ക് ബിഷപ്പ്, അതുപോലെ പുരോഹിതന്മാരെയൊക്കെ വളരെ വില കൽപ്പിച്ചാണ് അന്നത്തെ ഇംഗ്ലണ്ട് കൊണ്ടുപോയിരുന്നത്. അതുകൊണ്ടാണ് അന്നത്തെ രാജാവായിരുന്ന ജെയിംസ് ഒന്നാമൻ പറഞ്ഞിരുന്നത് ബിഷപ്പില്ലെങ്കിൽ രാജാവില്ല എന്ന് പറഞ്ഞിരുന്നത്. അടുത്ത് നോക്കിയേ, ജെയിംസ് ഫസ്റ്റിന് ശേഷം ഇംഗ്ലണ്ട് ഭരിച്ച രാജാവ്. ജെയിംസ് ഫസ്റ്റിന് ശേഷം ഇംഗ്ലണ്ട് ഭരിച്ച രാജാവ് ചാൾസ് ഫസ്റ്റ്. ആരാണ്? ചാൾസ് ഫസ്റ്റ്. ഈ ചാൾസ് ഫസ്റ്റ് എന്താ പറയുക, വളരെ മോശം രീതിയിലുള്ള ഒരു ഭരണ രീതിയായിരുന്നു. കാരണം പാർലമെൻറ്റിനോടോ അല്ലെങ്കിൽ അവിടുത്തെ ഒരു ജനങ്ങളോടോ എന്താക്കിയിട്ടില്ല, നല്ല രീതിയിലായിരുന്നില്ല ചാൾസ് ഫസ്റ്റ് എന്താക്കിയിരുന്നത്, ഭരണം നടത്തിപ്പോകുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു മോശം പെരുമാറ്റമായതുകൊണ്ട് തന്നെ, പാർലമെൻറ്റിനോട് മോശം പെരുമാറ്റമായതുകൊണ്ട് തന്നെ മുഴുവൻ തീരുമാനവും ആരാണ് എടുക്കുന്നത്? അത് ചാൾസ് ഫസ്റ്റാണ് എടുക്കുന്നത്. പൊതുവെ ഈ സ്റ്റുവർട്ട് രാജാക്കന്മാർക്ക് പാർലമെൻറ്റിനോട് പ്രത്യേകതരമായിട്ടുള്ളൊരു അടുപ്പമോ അല്ലെങ്കിൽ അവരോട് ഒരു സമീപനമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അവരൊരു എല്ലാ രീതിയും അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുക, പാർലമെൻറ്റ് എന്നൊരു നാമമാത്രമായിട്ട് നടന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പാർലമെൻറ്റും അതുപോലെ പെറ്റീഷൻ റൈറ്റ് കരാറ് ഒപ്പിടുന്നത്. ആരൊക്കെ തമ്മിൽ? ചാൾസ് ഫസ്റ്റാണ് ഇതിൽ പെറ്റീഷൻ റൈറ്റ്സിൽ ഒപ്പിട്ട രാജാവ്. ഇത് നടക്കുന്നത് ചാൾസ് ഫസ്റ്റും
പാർലമെൻറ്റും തമ്മിൽ നടന്ന ഒരു കരാറാണ് പെറ്റീഷൻ ഫസ്റ്റ് എന്ന് പറയുന്നത്. നമുക്കറിയാം പാർലമെൻ്റ് എന്ന് പറയുന്നത് പാർലമെൻറ്റുകളുടെ മാതാവാണ് ആര്? ബ്രിട്ടീഷ് പാർലമെൻറ്റ്. പാർലമെൻറ്റുകളുടെ മാതാവാണ് ബ്രിട്ടീഷ് പാർലമെൻറ്റ്. ഈ പാർലമെൻറ്റിനെ ഒരു മോശം രീതിയിലാണ് അവർ സമീപിക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ എത്രത്തോളം അവരുടെ രാജഭരണം എത്രത്തോളം അവർ ഏകാധിപത്യത്തിലൂടെ നടത്തിക്കൊണ്ടുപോയിരുന്നെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ പെറ്റീഷൻ റൈറ്റ് കരാർ ഒപ്പിടുന്നത് 1628 എപ്പോഴാണ്? 1628. ഈ പെറ്റീഷൻ കരാർ ഒപ്പിടുമ്പോൾ തന്നെ അവർ എന്താണ് ഇതിൽ നിന്ന് ഉദ്ദേശം വെച്ചാൽ പാർലമെൻറ്റ് ജനങ്ങൾക്കും പാർലമെൻറ്റിനും കുറച്ചധികം ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറച്ചധികം റൈറ്റ്സ്, അവകാശങ്ങൾ ചോദിച്ച് വാങ്ങിയ ഒരു കരാറായിരുന്നു പെറ്റീഷൻ റൈറ്റ് എന്ന് പറയുന്നത്. പെറ്റീഷൻ റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധിക്കണം. പാർലമെൻറ്റിനും ജനങ്ങൾക്കും കുറച്ച് അധികം ഇപ്പോൾ ഉള്ളതിനേക്കാൾ കുറച്ച് കൂടുതൽ അധിക റൈറ്റ്സ്, അവകാശം എന്താക്കുക? പിടിച്ചു വാങ്ങുക, ചോദിച്ചു വാങ്ങലായിരുന്നു ഇതിൽ നിന്നുള്ള ഈ ഒരു കരാർ കൊണ്ടുള്ള ഉദ്ദേശം. ഇതിൽ നമ്മൾ പറഞ്ഞു അന്ന് ഒപ്പിട്ട രാജാവ് എന്ന് പറയുന്നത് ചാൾസ് ഫസ്റ്റ് ആണ്. ആരാണ്? ചാൾസ് ഫസ്റ്റ്. നമുക്കറിയാം മാഗ്ന കാട്ട 1215 മാഗ്ന കാട്ട ഒപ്പിട്ടത് ആരാണ്? ജോൺ രാജാവ്. അപ്പോഴാണ് 1215 മാഗ്ന കാട്ട ഒപ്പിട്ടത് ജോൺ രാജാവാണെങ്കിൽ പെറ്റീഷൻ റൈറ്റ്സിൽ ഒപ്പിടുന്നത് ചാൾസ് ഫസ്റ്റ് ആണ്. ഓക്കെ. പിന്നീട് പാർലമെൻറ്റുകളും രാജവംശവും തമ്മിൽ പിന്നീട് പ്രശ്നങ്ങൾ വന്നാൽ ഇവരെന്താക്കും? ബലം പ്രയോഗിച്ച് ആ പാർലമെൻറ്റിനെ അവിടുന്ന് നീക്കിക്കളയും. അങ്ങനെ ഇവർ ബലം പ്രയോഗിച്ച് പാർലമെൻറ്റിനെ നീക്കി പിന്നീട് ഒരു പാർലമെൻറ്റ് നിലവിൽ വന്നു. ഏകദേശം ഒരു 1940 ആ ഒരു പാർലമെൻറ്റ് നിലവിൽ വരുന്നത്. ആ പാർലമെൻറ്റ് നിലവിൽ വന്നപ്പോൾ ഒരു 20 കൊല്ലം, നമ്മൾക്കറിയാം ഇവിടെ ഒരു പാർലമെൻറ്റ് നിലവിൽ വന്നാൽ, ഒരു ഭരണം വന്നാൽ ഏകദേശം 5-6 വർഷം കഴിയുമ്പോൾ അത് പിരിച്ചുവിട്ട് അടുത്ത പുതിയ ആളുകൾ വരും. എന്നാൽ നീണ്ട ലോങ് ടേം പാർലമെൻറ്റ് എന്ന് വന്നത് 1940 ലോങ് ടേം എന്ന് പറയുമ്പോൾ ഏകദേശം 20 വർഷക്കാലം ഒരു പാർലമെൻറ്റ് നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇവർക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളെ നീക്കം ചെയ്ത് ഇവർക്ക് ഇഷ്ടപ്പെട്ട ആളുകളാണെങ്കിൽ എത്രത്തോളം നിലനിർത്തും എന്നുള്ളതിൻ്റെ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ഈ ഒരൊറ്റ കാര്യത്തിൽ നിന്ന്. അങ്ങനെ 1940 ലോങ് പാർലമെൻറ്റ് നിലവിൽ വരികയാണ്. ഇതന്നെ പിന്നീട് നമ്മൾ പറഞ്ഞു 1642 നടന്ന ഇംഗ്ലണ്ട് ആഭ്യന്തര കലാപം. ഇതാരൊക്കെ തമ്മിലായിരുന്നു? പാർലമെൻറ്റും ചാൾസ് ഫസ്റ്റ് രാജാവും തമ്മിലായിരുന്നു. നമ്മൾക്കറിയാം ചാൾസ് ഒന്നാമെന്ന് പറയുന്നത് രാജാവാണ് അല്ലേ? അതുകൊണ്ട് തന്നെ രാജാവായ കാരണം കൊണ്ട് തന്നെ ചാൾസ് ഒന്നാമൻ്റെ കീഴിൽ എന്തുണ്ടാകും? സൈന്യങ്ങളുണ്ടാകും, ധാരാളം സൈന്യങ്ങളുണ്ടാവും. എന്നാൽ പാർലമെൻറ്റിൻ്റെ കീഴിൽ സൈന്യങ്ങളുണ്ടാവുമോ? ഇല്ല. അങ്ങനെ പാർലമെൻറ്റ് ഒരു സൈന്യമുണ്ടാക്കി. അങ്ങനെ പാർലമെൻറ്റ് ഉണ്ടായ സൈന്യത്തിൻ്റെ പേരായിരുന്നു ന്യൂ മോഡൽ ആർമി. എന്താണ്? ന്യൂ മോഡൽ ആർമി. ഈ ന്യൂ മോഡൽ ആർമി എന്ന് പറയുന്ന പാർലമെൻറ്റിൻ്റെ സൈന്യത്തിൻ്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് ഒളിവർ ക്രോംവെല്ലാണ്. അങ്ങനെ ഇംഗ്ലണ്ടിലെ ആഭ്യന്തര കലാപം അഥവാ പാർലമെൻറ്റും രാജാവും തമ്മിലുള്ള ആഭ്യന്തര കലാപത്തിന് ശേഷം അന്നത്തെ രാജാവായിരുന്ന ചാൾസ് ഒന്നാമൻ വധിക്കപ്പെട്ടു. അവിടുത്തെ ശിരച്ഛേദം നൽകപ്പെട്ടു. അങ്ങനെ ആഭ്യന്തര കലാപം നടന്ന് പിന്നീട് അവിടെ ഭരിക്കുന്ന പാർലമെൻറ്റാണ്. പാർലമെൻറ്റിൽ ആരാണ് ഭരണം നടത്തുന്നത്? ന്യൂ മോഡൽ ആർമിയുടെ സ്ഥാപകനായ ഒളിവർ ക്രോംവെല്ലാണ് അവിടെ ഭരണം നടത്തിപ്പോകുന്നത്. ശ്രദ്ധിക്കണം, പാർലമെൻറ്റും രാജാവും തമ്മിൽ 1642 നടന്ന കലാപമാണ് ഇംഗ്ലണ്ടിലെ ആഭ്യന്തര കലാപം. ഇതിൽ പാർലമെൻറ്റിന് ഉണ്ടായ സൈന്യത്തിൻ്റെ പേരാണ് ന്യൂ മോഡൽ ആർമി. ഈ ന്യൂ മോഡൽ ആർമിയുടെ സ്ഥാപകൻ ആരാണ്? ഒളിവർ ക്രോംവെല്ലാണ്. പിന്നീട് ആഭ്യന്തര കലാപത്തിന് ശേഷം ഭരണം ചെയ്യുന്നത് ആരായിരുന്നു? അത് ഒളിവർ ക്രോംവെല്ലാണ്. അപ്പോൾ മറക്കരുത്. ഓക്കെ. പിന്നീട് പ്രൊട്ടക്ടറേറ്റ് അല്ലെങ്കിൽ ലോൺ പ്രൊട്ടക്ടറേറ്റ് എന്നൊക്കെ പറയുന്ന ഭരണ സംവിധാനം ഉണ്ടാക്കിയത് ഒളിവർ ക്രോംവെല്ലാണ്. ആരാണ്? ഒളിവർ ക്രോംവെല്ലാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു വേർഡിൽ നിന്നാണ് പ്രൊട്ടക്ടറേറ്റ് എന്നുള്ള വേർഡ് പിന്നീട് ലോകത്തേക്ക് വരുന്നത്. അപ്പം പ്രൊട്ടക്ടറേറ്റ് അതുപോലെ ലോൺ പ്രൊട്ടക്ടറേറ്റ് എന്നൊക്കെ ഉണ്ടാക്കിയത് ആരാണ്? ഒളിവർ ക്രോംവെല്ല്. ഇംഗ്ലണ്ടിലെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഒളിവർ ക്രോംവെല്ലാണ്. ആരാണ്? ഒളിവർ ക്രോംവെല്ല്. ആരാണ് ഒളിവർ ക്രോംവെല്ല്? ന്യൂ മോഡൽ ആർമിയുടെ സ്ഥാപകൻ. ന്യൂ മോഡൽ ആർമി എന്താണ്? പാർലമെൻറ്റിൻ്റെ
സൈന്യം. എന്തിൻ്റെ? പാർലമെൻറ്റിൻ്റെ സൈന്യം. ഈ ഒളിവർ ക്രോംവെല്ലാണ് ആഭ്യന്തര കലാപത്തിന് ശേഷം ഭരണം ഏറ്റെടുത്തിരുന്നത്. ഭരണം ഏറ്റെടുത്ത് പിന്നീട് അദ്ദേഹം കൊണ്ടുവന്നതാണ് പ്രൊട്ടക്ടറേറ്റ് എന്ന് പറയുന്ന ഭരണ സംവിധാനം. അതുപോലെ ഇംഗ്ലണ്ടിലെ റിപ്പബ്ലിക്കൻ ഭരണം ആരംഭിച്ചതും ഒളിവർ ക്രോംവെല്ലാണ്. നമ്മൾ പറഞ്ഞു നേരത്തെ അവിടുത്തെ പാർലമെൻറ്റിനോ ജനങ്ങൾക്കോ വലിയ സ്ഥാനമൊന്നും ഇല്ലായിരുന്നുവെങ്കിലും പിന്നീട് പാർലമെൻറ്റിൻ്റെ കീഴിൽ കിട്ടിയ സമയത്ത് അതൊരു റിപ്പബ്ലിക്കൻ രാജ്യമായി, റിപ്പബ്ലിക്കൻ ഭരണമായിട്ട് എന്താക്കുകയാണ്, കൊണ്ടുവരികയാണ് ഒളിവർ ക്രോംവെല്ല് ചെയ്തിരുന്നത്. അങ്ങനെ ഒളിവർ ക്രോംവെല്ല് മരണപ്പെടുകയും ശേഷം ഒളിവർ ക്രോംവെല്ലിന് ശേഷം ഭരണം നടത്തിയത് സ്റ്റുവർട്ട് രാജാവായ ചാൾസ് രണ്ടാമനാണ്. ആരാണ്? ചാൾസ് രണ്ടാമൻ. ചാൾസ് രണ്ടാമന് ഭരണം നൽകുന്നത് അതാരായിരുന്നു? അത് പാർലമെൻറ്റ് തന്നെ എന്താക്കുകയാണ്, ചാൾസ് രണ്ടാമന് ഭരണം നൽകുകയായിരുന്നു ചെയ്തിരുന്നത്. പാർലമെൻറ്റ് ചാൾസ് രണ്ടാമന് ഭരണം നൽകി. അവർക്ക് എന്താക്കുകയാണ്, പിന്നീടും സ്റ്റുവർട്ട് രാജാക്കന്മാരുടെ കീഴിലേക്ക് രാജഭരണം കൊടുക്കുകയും ചെയ്തു. പക്ഷേ ചാൾസ് രണ്ടാമൻ ചാൾസ് ഒന്നാമനെ പോലെ ആയിരുന്നില്ല, നല്ല ഒരു ഭരണാധികാരി ആയിരുന്നു. കാരണം അദ്ദേഹം എല്ലാ കാര്യത്തിലും ഏകദേശം എന്തെന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിലും നല്ല ജനങ്ങളോടും പാർലമെൻറ്റിനോടും നല്ല രീതിയിൽ ഭരണം നടത്തിപ്പോകുന്ന ഒരു വ്യക്തിയായിരുന്നു ചാൾസ് രണ്ടാമൻ. അദ്ദേഹമാണ് ഹേബിയസ് കോർപ്പസ് നിയമം പാസ്സാക്കിയത് ഇംഗ്ലണ്ടിലാണ്. ഈ ഹേബിയസ് കോർപ്പസ് നിയമം പാസ്സാക്കുമ്പോൾ അന്നത്തെ ഇംഗ്ലണ്ട് ഭരണാധികാരിയാണ്, അത് ചാൾസ് രണ്ടാമനാണ്. ഹേബിയസ് കോർപ്പസ് എന്താണെന്ന് നമുക്ക് ഇതിൽ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഇത് നമ്മൾ ധാരാളം കേട്ടത്, മുൻപ് പഠിച്ച കാര്യങ്ങളുമാണ്. ഒരു മനുഷ്യനെ അവൻ്റെ ശരീരം എന്താക്കുകയാണ്, ഒരു കേസ് വന്നാൽ ഹേബിയസ് കോർപ്പസ് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ എന്താക്കണം, അവിടെ അയാളെ ഹാജരാക്കണം. 24 മണിക്കൂറിനുള്ളിൽ ഹാജരാക്കേണ്ടതുണ്ട്. അതാണ് ഹേബിയസ് കോർപ്പസ് എന്നൊക്കെ നമ്മൾ എന്താക്കിയത് പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അത് പ്രത്യേകം എന്താക്കേണ്ട ആവശ്യമില്ല, പറയേണ്ട ആവശ്യമില്ല. അപ്പം ഈ ഹേബിയസ് കോർപ്പസ് പാസ്സാക്കിയത് ആരാണ്? ഇംഗ്ലണ്ടുകാരാണ്. അപ്പോൾ അവിടുത്തെ ഭരണാധികാരി ആരാണ്? ചാൾസ് രണ്ടാമൻ. മറക്കരുത്, ചാൾസ് രണ്ടാമൻ. പിന്നീട് ചാൾസ് രണ്ടാമൻ്റെ മരണശേഷം അവിടെ ഭരണം നടക്കുന്നത് ജെയിംസ് രണ്ടാമനായിരുന്നു. ആര്? ജെയിംസ് രണ്ടാമൻ. പക്ഷേ ജെയിംസ് രണ്ടാമൻ ചാൾസ് രണ്ടാമനെ പോലെ ആയിരുന്നില്ല. ജെയിംസ് രണ്ടാമൻ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, മോശം രീതിയിലുള്ള, അഥവാ ചാൾസ് ഒന്നാമൻ്റെ ഭരണം എങ്ങനെയായിരുന്നു അതേ രീതിയിലുള്ള ഭരണരീതി ആയിരുന്നു ജെയിംസ് രണ്ടാമൻ കൊണ്ടുവരുന്നത്. അങ്ങനെ ജെയിംസ് രണ്ടാമൻ അവിടെ ഭരണം അങ്ങനെ ഒരു രീതിയിൽ കൊണ്ടുവന്ന സമയത്ത് അന്നത്തെ ചാൾസ് ഒന്നാമൻ്റെ മകളായ മേരിയും അവരുടെ ഭാര്യയായ ഭർത്താവായ വില്യമും, ആരൊക്കെ? മേരിയും വില്യമും, അവരെ വിളിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവരുടെ ഭരണം നടത്തിപ്പിക്കാം. അങ്ങനെ ജെയിംസ് രണ്ടാമൻ എന്താക്കാം, ഒഴിവാക്കാം എന്നുള്ള ചിന്ത പാർലമെൻറ്റ് എടുക്കുകയും അങ്ങനെ മേരിക്കും വില്യമിനും എന്താക്കുകയാണ്, കത്ത് അയക്കുകയാണ്. ആർക്കൊക്കെ? മേരി എന്ന് പറയുന്ന മകളാണ്, മകളുടെ ഭർത്താവാണ് വില്യം. ഇവർക്ക് കത്ത് നൽകി ഇങ്ങനെയാണ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് കൊടുത്തപ്പോൾ അവിടുന്ന് എന്താക്കുകയാണ്, മേരിയും വില്യമും കൂടി ഹോളണ്ടിൽ നിന്ന് സൈന്യത്തോടു കൂടെ എവിടത്തേക്ക് വരികയാണ്? ഇംഗ്ലണ്ടിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും ഹോളണ്ടിൽ നിന്ന് ഇംഗ്ലണ്ടിലേക്ക് വരുമ്പോൾ ഇനി ഇവിടുന്ന് എന്താക്കും, ഇംഗ്ലണ്ടിലുള്ള അന്നത്തെ രാജാവായ ജെയിംസ് രണ്ടാമൻ എന്താക്കും, അവിടുത്തെ സൈന്യത്തിനെ എടുത്തിട്ട് ഇവിടെ എന്താക്കുകയാണ്, ഇനി യുദ്ധം നടത്തുമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മളെല്ലാവരും കരുതുന്നത് അങ്ങനെയാണെങ്കിലും പക്ഷേ നടന്നത് അങ്ങനെ ആയിരുന്നില്ല. എന്താണ് അവിടെ സംഭവിച്ചത്? അവിടെ സംഭവിക്കുന്നത്, ഇവർ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ജെയിംസ് രണ്ടാമൻ എന്താക്കി, അവിടുന്ന് ആവശ്യമായ സാധനങ്ങളെല്ലാം എടുത്തിട്ട് അവിടുന്ന് നാട് വിടുകയാണ്. എവിടത്തേക്ക്? ഫ്രാൻസിലേക്ക് നാട് വിട്ടു. ഫ്രാൻസിലേക്ക് നാട് വിട്ടു. ഇതെപ്പോഴാണ് നടക്കുന്നത്? 1688 ഈ സംഭവം നടക്കുന്നത്. ഈ സംഭവം നടക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലണ്ടിലെ രക്തരഹിത കലാപം എന്ന് പറഞ്ഞിട്ടുണ്ട്. രക്തരഹിത കലാപം, ഒരു തുള്ളി രക്തം ചിന്താതെ തന്നെ അവിടുത്തെ രാജാവ് രാജഭരണം ഒഴിവാക്കി കൊടുക്കുന്നത്
ഒഴിവാക്കി കൊടുത്തതാണ് ജെയിംസ് രണ്ടാമൻ. കാരണം അവിടുന്ന് നാട് വിട്ടു, പേടിച്ചിട്ട് അവിടുന്ന് എന്താക്കുകയാണ്, ആവശ്യ സാധനങ്ങളൊക്കെ എടുത്ത് നാട് വിട്ടു. പിന്നീട് ഇവിടെ വന്നിട്ട് മേരി മേരിയും വില്യമും കൂടി ഭരണം നടത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു തുള്ളി രക്തം പോലും എന്താക്കിയിട്ടില്ല, അവിടെ ചിന്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പോയിന്റ്. അത് കാരണത്താലാണ് 1688 ഇംഗ്ലണ്ടിലെ രക്തരഹിത കലാപം എന്ന് അറിയപ്പെടാൻ കാരണം. രക്തരഹിത കലാപം അഥവാ ഒരു തുള്ളി പോലും ചിന്തിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു തുള്ളി രക്തം പോലും വീഴാതെ ഭരണം മാറി ലഭിച്ചു. ഒരു കലാപം നടക്കേണ്ട സാധ്യത ഉണ്ടായിരുന്നു, പക്ഷേ കലാപം നടന്നിട്ടില്ല. എന്നാലും കലാപം എന്നുള്ള പേരിലൊരു വിപ്ലവമായിട്ടാണ് അവിടെ അറിയപ്പെടുന്നത്. ഈ ഇംഗ്ലണ്ടിലെ രക്തരഹിത കലാപം ആരൊക്കെ തമ്മിലായിരുന്നു? നമ്മൾ പറഞ്ഞു മേരി വില്യമും ജെയിംസ് സെക്കൻഡും അഥവാ ജെയിംസ് രണ്ടാമനും തമ്മിലായിരുന്നു ഈ ഒരു സംഭവം നടക്കുന്നത്. അങ്ങനെ മേരി വില്യം ഇവിടെ ഭരണം തുടങ്ങിയ സമയത്ത് പാർലമെൻറ്റ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഇനി ഇതുപോലുള്ള ഒരു അനുഭവം വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ബിൽ ഓഫ് റൈറ്റ്സ് കരാർ ഒപ്പിടിപ്പിക്കുകയാണ്. അതാരൊക്കെ തമ്മിലാണ്? മേരി വില്യവും പാർലമെൻറ്റും തമ്മിൽ ബിൽ ഓഫ് റൈറ്റ്സ് കരാർ എന്താക്കുകയാണ്, ഒപ്പിടിപ്പിച്ചു. ഇത് പാർലമെൻറ്റിൻ്റെ അധികാരത്തെ മാനിച്ചായിരിക്കണം രാജാവ് ഭരിക്കേണ്ടത് എന്നുള്ള ഒരു രീതിക്കായിരുന്നു ബിൽ ഓഫ് റൈറ്റ്സ് എന്നുള്ള ഒരു കരാറ് ഉണ്ടാക്കിയത്. കാരണം ഇതിൻ്റെ മുമ്പിലുള്ള സ്റ്റുവർട്ട് രാജാക്കന്മാരുടെ ഭരണരീതികളൊക്കെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെ ഒരു കരാറ് ഒപ്പിടാതെ പാർലമെൻറ്റിന് നിലനിൽപ്പില്ലെന്നെന്താക്കുകയാണ് അവർക്ക് മനസ്സിലാവുകയാണ്. അതുകൊണ്ട് ഇവിടെ ഇവരെ വിളിച്ചു വരുത്തിയ മേരി വില്യം ഭരണം ഏറ്റെടുത്ത് ഉടനെ തന്നെ ചെയ്യുന്നത് ബിൽ ഓഫ് റൈറ്റ്സ് എന്ന് പറയുന്ന കരാർ എന്താക്കുകയാണ്, ഒപ്പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഈ ബിൽ ഓഫ് റൈറ്റ്സ് കരാർ നടക്കുന്നതും 1688 നമ്മൾ പറഞ്ഞു 1688 ഇംഗ്ലണ്ടിലെ രക്തരഹിത വിപ്ലവം നടന്നതെങ്കിൽ 1688 തന്നെയാണ് ബിൽ ഓഫ് റൈറ്റ്സ് കരാറും നടന്നിട്ടുള്ളത്. ആരൊക്കെ തമ്മിലായിരുന്നു? മേരി വില്യമും പാർലമെൻറ്റും തമ്മിൽ. എങ്കിൽ 1688 രക്തരഹിത കലാപം ആരൊക്കെ തമ്മിലായിരുന്നു? മേരി വില്യമും ആരും തമ്മിലാണ്? ജെയിംസ് രണ്ടാമനും തമ്മിലാണ് ഈ ഒരു രക്തരഹിത വിപ്ലവം നടക്കുന്നത്. ഓക്കെ, അത് രണ്ടും മാറിപ്പോകരുത്. ബിൽ ഓഫ് റൈറ്റ്സ് മേരി വില്യവും പാർലമെൻറ്റും, രക്തരഹിത വിപ്ലവം മേരി വില്യവും ആരുമാണ്? ജെയിംസ് രണ്ടാമനുമാണ്. അത് മാറിപ്പോകാതെ നോക്കണം. അങ്ങനെ ഇംഗ്ലണ്ടിൽ നിയന്ത്രിത രാജവാഴ്ച ഉണ്ടാവാൻ കാരണമായ ഒരു കരാറായിരുന്നു ബിൽ ഓഫ് റൈറ്റ്സ് കരാർ. ഇംഗ്ലണ്ടിൽ നിയന്ത്രിത രാജവാഴ്ച ഉണ്ടാവാൻ കാരണമായ ഒരു കരാറായിരുന്നു ബിൽ ഓഫ് റൈറ്റ്സ് കരാർ. നമുക്കറിയാം ഇപ്പോൾ ഇംഗ്ലണ്ടിലെ അവസ്ഥ നമുക്ക് നോക്കുകയാണെങ്കിൽ അവിടെ രാജാവ് എന്ന് പറയുന്നത് ഒരു നാമമാത്രമാണ്. അവിടെ ഭരണം നടത്തുന്ന ആരാണ്? പ്രധാനമന്ത്രിയും അതുപോലെ പ്രസിഡൻ്റൊക്കെയാണ് എന്താക്കുന്നത്, ഭരണം നടത്തുന്നത്. അഥവാ പാർലമെൻറ്റാണ് ഭരണം നടത്തുന്നത്. രാജവംശം ഉണ്ട് അവിടെ, രാജവംശം ഇല്ല എന്നല്ല, രാജവംശം ഉണ്ട്, പക്ഷെ അതൊരു നാമമാത്രമായിട്ട് ഒതുങ്ങിപ്പോയിരിക്കുകയാണ്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ള ടോപ്പിക്ക്. അപ്പോൾ ഇതൊന്നും ആരും മറന്നു പോകരുത്. നമുക്ക് ചിലപ്പോൾ ടെക്സ്റ്റ് ബുക്കുകൾ SCERT ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പം നമ്മളെന്താക്കണം, അതില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഈ ഒരു ടോപ്പിക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, വലിയൊരു നഷ്ടം തന്നെയാണ് വരിക. അപ്പോൾ എന്താ ചെയ്യുക വെച്ചാൽ എല്ലാവരും ഇത് നല്ലോണം ശ്രദ്ധിച്ച് പഠിച്ചിട്ട് ഇതെന്താക്കുക, നമ്മുടെ എക്സാം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് നല്ല രീതിയിൽ എല്ലാവരും അറ്റൻഡ് ചെയ്യട്ടെ. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ MSVU ടോക്സ് എന്ന ഈ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോക്ക് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക. പരമാവധി ഷെയറും കമൻറ്റൊക്കെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക. അതുപോലെ MSVU ടോക്സിൻ്റെ PSC ഓൺലൈൻ ഫ്രീ ക്ലാസ്സും അതുപോലെ 8th to 10th വരെയുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് വാട്സപ്പ് ലിങ്കും അതുപോലെ ഫോൺ നമ്പറും നമ്മൾ അടിയിൽ കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മുമ്പേ ഉള്ള എല്ലാ ക്ലാസ്സുകളും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ചാനലിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ അതെല്ലാം ലഭിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.